പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ട്രാവലിംഗ് തോട്ട്സിൻ്റെ പൊൻകുന്നം പാർട്ട് 2-ൻ്റെ തുടർ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നമുക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വർണം പഴയത് ഏതായിക്കോട്ടെ, അത് കേരളത്തിൽ ഏത് ജ്വല്ലറിയിൽ മേടിച്ചു ആയിക്കോട്ടെ, ഇനി അത് ഏത് ബാങ്കിലിരിക്കുന്ന ആയിക്കോട്ടെ, അത് മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് അതെടുത്ത് വിൽക്കുവാനോ മേടിക്കുവാനോ നിങ്ങളെ സഹായിക്കുന്നതാണ്. പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂർ എന്നീ 3 സ്ഥലത്തും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ നമുക്ക് വെടിക്കെട്ട് ഒരു ബ്രാൻഡഡ് ഫുട്ബോൾ, നിവ്യയുടെ ബ്രാൻഡഡ് ഫുട്ബോൾ, നമ്മുടെ 10 സിറ്റി സൈക്കിൾ കട അത് കൊടുങ്ങൂരത്തുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്, സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടിപൊളി. നാച്ചുറലായിട്ടുള്ള പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്ന് വേണ്ട സകലമാന അരിപ്പൊടി എന്നിവയൊക്കെ മായമില്ലാതെ കിട്ടുന്ന പൊൻകുന്നത്തെ ഒരു കട നിങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ പൊൻകുന്നം ലീലാമഹാളിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇതാണ് ലീലാമഹൽ ഓഡിറ്റോറിയം. ഇതുണ്ടോ? മൊത്തം എല്ലാം നാച്ചുറലാണ്. ഇവിടെ വരെ ഇതുണ്ടോ, മസാലക്കാപ്പി, ചെറുതേൻ, രസം പൗഡർ, പനം കൽക്കണ്ട, നാടൻ കൂവപ്പൊടി, ഫിഷ് മസാല, മെയ്സ് ബൂട്ട്, വൻതേൻ, ചുക്ക് കാപ്പി, അച്ചാർ പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കാശ്മീരി മുളക്, തേൻ വിനാഗിരി, സാമ്പാർ പൊടി, ബിരിയാണി മുളക് എന്ന് വേണ്ട പൊടികളുടെ ഒരു കൂമ്പാരമാണ് ഈ കട. ഈ കടയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഇതിൻ്റെ നമ്മുടെ ചേട്ടായുടെ പേര് ബെന്നി ചേട്ടായി. അതെ, ബെന്നി ചേട്ടാ, ഈ നമ്മുടെ ഈ കടയിലെ ഐറ്റങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങളിവിടെ ഏറ്റവും നല്ല സാധനം, അതായത് മുളകാണേലും മല്ലിയാണേലും ഹോൾസെയിൽ വിലയിൽ പോയി എടുത്തിട്ട് അത് കഴുകി ഉണക്കി വൃത്തിയാക്കി തന്നെ പൊടിച്ച് കൊടുക്കുന്നു. നമ്മൾ തന്നെ പൊടിച്ചു കൊടുക്കും. അതിന് മെഷീനും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കുണ്ട്. ഇവിടെ ഉണ്ട്. എല്ലാ മെഷീനും അത് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. ഇത് ഇഷ്ടംപോലുണ്ടല്ലേ? കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം നല്ല രീതിക്ക് പോകുന്നു. മഴ ബാധിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല. ഞാൻ കേട്ട് പറഞ്ഞത് ഇവിടെ നാച്ചുറൽ, അതായത് മായം ചേർക്കാത്ത പൊടികളാണ്. ഇവിടെ തന്നെ ഇപ്പം ചേട്ടായി പറഞ്ഞ പോലെ തന്നെ ചേട്ടായി ഹോൾസെയിലായിട്ട് മേടിച്ചിട്ട് ഉണക്കി പൊടിക്കുന്നല്ലേ? അതെ. അപ്പം അത് കേട്ടറിഞ്ഞാണ് ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ഇവിടെ കയറിയത്. ഇനി ഇവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബെന്നിച്ചേട്ടാ കാണിക്കും. ലൈവായിട്ട് കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ പൊൻകുന്നം ലീലാമലിനടുത്ത് പുളിമൂട്ടിൽ ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിലാണ് ഇരിക്കുന്നത്. മൊത്തം പൊടി പിടിച്ച് കിടക്കാണ്, കാരണം ഇത് പൊടി മില്ലാണ്. അപ്പോൾ ഈ മെഷീനുകളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയും. ഈ മെഷീൻ, ഇത് മസാല പൊടിക്കുന്ന മെഷീൻ. മസാല, അതായത് ഗരം മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, അത് പൊടിക്കുന്ന മെഷീനാണ്. ഇതിനപ്പുറത്തെ മഞ്ഞൾ പൊടിക്കുന്ന മെഷീൻ. ഇത് മഞ്ഞൾ പൊടിക്കുന്ന മെഷീൻ. പിന്നെ വന്നിട്ട് കാപ്പിക്കുരു പൊടിക്കുന്ന മെഷീൻ. ഇത് കാപ്പിക്കുരു പൊടിക്കുന്ന മെഷീൻ. അരി വറക്കുന്ന 2 മെഷീനാണുള്ളത്. അരി വറുത്ത് വറക്കുന്ന മെഷീൻ. ഒന്ന് ഇത്. അതോ അത് അരി പൊടിക്കുന്ന മെഷീൻ. ഇത് ഗോതമ്പ് പൊടിക്കുന്ന മെഷീൻ. ഇത് മല്ലി പൊടിക്കുന്ന മെഷീൻ. ഇത് മുളക് പൊടിക്കുന്ന മെഷീൻ. ഇത് കാപ്പിക്കുരു കുത്തുന്ന മെഷീൻ. അതെ. ഇത് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീൻ. അപ്പൊ ഇത് കൊപ്ര ആട്ടുന്ന മെഷീൻ. അപ്പൊ ഇതുകൊണ്ട് ഒരുപാട് ശേഖരങ്ങളുണ്ട്. വെളിച്ചെണ്ണയുണ്ട്. ഇത് പുഞ്ചാരിപ്പൊടിയുടെ ഇത് പുഞ്ച എന്ന് പറഞ്ഞാൽ പച്ചരിയുണ്ട്. പച്ചരിന്റെ പൊടിയാണ്. ചുമന്നിരിക്കും. അതെ. ഇത് പുട്ടുപൊടി, വറുത്ത റവ, പനമ്പാനി എന്ന് പറയുമ്പോൾ പനകൾ വറ്റിക്കുന്നത്. ഓക്കെ. ഗോതമ്പ് പൊട്ട്, അരിപ്പൊടി, വറ്റൽമുളക് പൊടി, മല്ലിപ്പൊടി, അന്ന് വേണ്ട സകലമാന പൊടികളും. ഇത് കണ്ടോ, നാച്ചുറൽ, അതായത് ഇവിടെ തന്നെ ആട്ടിയെടുക്കുന്ന എണ്ണയാണ് അല്ലേ വിളിച്ച? അതെ. ഇത് ഞങ്ങളുടെ നാടൻ കൊപ്രയാണ്. അതായത് എടത്തുവ, തിരുവല്ല ഭാഗത്തുള്ള കൊപ്ര കൊണ്ടുവന്ന് ആട്ടുന്നതാണ്. ഇവിടെ തന്നെ ആട്ടുന്നത്. 100% ഗ്യാരണ്ടി. പുളിമൂട്ടിൽ ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിൽ വന്നാൽ 101% ഗ്യാരണ്ടി. ഒരു മായം ചേർക്കാത്ത പൊടികൾ, എണ്ണ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ അടുക്കളയ്ക്ക് ആവശ്യമായ സകല ഐറ്റവും ഇവിടെ കിട്ടും. ധൈര്യമായിട്ട് വരാം. അതുകൊണ്ടാണ് നമ്മളിവിടെ കയറാനുള്ള ഒരു തോന്നൽ നമുക്ക് ട്രാവലിംഗ് തോട്ട്സിൽ തോന്നിയത്. ഇത് ഒരു നെയ്യ് ഐറ്റം കണ്ടോ? ഇവിടുത്തെ നല്ല ശുദ്ധമായ നെയ്യാണ്. അതുപോലെ ഇത് വൻതേൻ കണ്ടോ? ഇത് വൻതേനാണ്. അതുപോലെ ഇത് ചെറുതേൻ. എല്ലാം നാച്ചുറലാണ്. നമ്മുടെ ബെന്നിച്ചാൻ്റെ ആ ഒരു ചിരി പോലെ തന്നെ എല്ലാം നാച്ചുറലാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, പൊൻകുന്നക്കാർക്ക് മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഇവിടെ നമ്മൾ അരിയാണെങ്കിലും മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിച്ച് വൃത്തിയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ ചോദിച്ചറിയണമെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ബെന്നിച്ചേട്ടനെ വിളിച്ചാൽ മതി. കറക്റ്റ് അതിൻ്റെ വിവരങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ബെന്നിച്ചേട്ടാ, ഈ കൊപ്ര ആട്ടുന്നതിൻ്റെ കണക്കുണ്ടല്ലോ, അതിൻ്റെ കിലോ കാര്യങ്ങൾ അങ്ങനെ മിനിമം 6 കിലോ എങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആട്ടി കൊടുക്കുന്നതായിരിക്കും. അതായത് അതിൻ്റെ മുകളിലോട്ടോ 6 കിലോ അതിൻ്റെ മുകളിലോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, പുളിമൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ആട്ടി കൊടുക്കുന്നതായിരിക്കും. അതെ.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊൻകുന്നം ലീലാമകളുടെ തൊട്ടടുത്തുള്ള ടെൻസിറ്റി സൈക്കിൾ ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സൈക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. ഒരുപാട് ഓഫറുകളുണ്ട്. ഇനി ഓണത്തിൽ ഓഫർ വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇത് കേട്ടോ, ഓഫറുകളാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയുള്ള സൈക്കിളുകളെ കാര്യങ്ങൾ ഓഫറുകളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. വാ അകത്തോട്ട് കയറാം, വാ. നമസ്കാരം ചേട്ടാ, എന്നോട് വിശേഷമൊക്കെ? മഴയുണ്ടോ? മഴയുടെ പെരുന്നാളല്ലേ. അപ്പം ഇതാണ് പ്രേക്ഷകരെ നമ്മുടെ ടെൻസിറ്റിയുടെ അമരക്കാരനായിട്ടുള്ള അൻസർക്ക. അപ്പം എത്ര ബ്രാഞ്ചസ് ഉണ്ട് സത്യം പറഞ്ഞാൽ? രണ്ടെണ്ണം ഉണ്ട്. പൊൻകുത്ത് തന്നെ 2 ഉണ്ട്, പാമ്പാടിയുണ്ട്, പത്തനാടുണ്ട്. ചെറിയ പുള്ളിയല്ല, ചെറിയ കടയല്ല, വലിയ കടയാ. നമ്മുടെ അൻസാർക്കയുടെ വകയായിട്ട് ടെൻസിറ്റിയുടെ ഒരു ബോംബ് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ പൊട്ടിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊൻകുന്നം KCBയുടെ തൊട്ടടുത്ത് ഒരു സൈക്കിൾ ഷോറൂം ഉണ്ട്, ടെൻസിറ്റി തന്നെ. ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾ കാണുമ്പം ഉറപ്പായിട്ട് ഞെട്ടും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മളത് ആ ടെൻസിറ്റിയുടെ ഷോറൂം കാണിക്കുന്നതാണ്. എന്തായാലും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളൊക്കെ അൻസാർക്കയോട് ചോദിക്കാം. അൻസാർക്ക, ഇവിടുത്തെ വിശേഷങ്ങൾ, വെറൈറ്റികൾ, കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പം നമ്മൾ ഓണമൊക്കെ ആയിട്ട് നമ്മൾ ഓഫറുകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട്, അതായത് ഞങ്ങളൊരു 7 വർഷമൊക്കെ ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 70% വരെ ഓഫറുണ്ട്. 70% ബ്രാൻഡിൽ 70% വരെ ഓഫറുണ്ട്, കേട്ടോണം. അതെ, അത് നമ്മൾ ഈ ലോക്കൽ സൈക്കിളിലോ അല്ലെങ്കിൽ സാധാ സൈക്കിളിലോ അല്ല, വിത്ത് ബ്രാൻഡിൽ എല്ലാം ബ്രാൻഡ് ഐറ്റംസിൽ. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഈ ശരിക്കും പറയാൻ പഴയ നോക്കിയ മാറി ഇപ്പം പല കമ്പനിയിൽ നമ്മളെല്ലാം നോക്കിയ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കിയ മാറി ഇപ്പം നമ്മൾ പുതിയ വിവോ, ഓപ്പോ അല്ലെ പുതിയ എല്ലാം വരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാം. അപ്പം നമ്മൾ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ടാറ്റ നല്ലൊരു ബ്രാൻഡാണ്. ഐറ്റംസ് സീ ഫ്രെയിം ആണ് വരുന്നത്. ആ ടാറ്റയുടെ ബ്രാൻഡിൽ തന്നെ ബെസ്റ്റ് ഓഫർ വരികയാണ്. അപ്പോൾ ടാറ്റയ്ക്ക് തന്നെ നമ്മൾ പല വെറൈറ്റി സൈക്കിൾസ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കൊരു 70% വരെ ഓഫറുള്ള സൈക്കിളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മറ്റേത് ബ്രാൻഡിനെ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ടാറ്റ വന്നിരിക്കുന്നത്. അതിൽ ലൈഫ് ടൈം വാറണ്ടിയിൽ. പിന്നെ എന്താ വേണ്ടത്? ലൈഫ് ടൈം വാറണ്ടിയാണ്. അത് കേട്ടോണം. ഇതേ ഒരു സൈക്കിൾ കടയിൽ പോലും അനുസരിച്ച് ഇത് കേട്ടിട്ടില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളുണ്ട്, ജീപ്പ്, കാർ, ഇലക്ട്രിക് ടോയ്സ്, അതുണ്ട്. എല്ലാം ഉണ്ട്. നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാം നമ്മൾ അനുസരിച്ച് കാണിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മള് സൈക്കിള് പണിത് കൊടുക്കത്തില്ലേ? ഉറപ്പായിട്ടും സർവീസിങ് കാര്യങ്ങളെല്ലാം വിത്ത് വാഷിംഗും ഉണ്ട്. അടിപൊളി. അപ്പം ടെൻസിറ്റി വന്നത് വെറുതെ ആയില്ല. ബാക്കി നമുക്ക് പ്രേക്ഷകരെ ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം, നോക്കാം. ഇത് കണ്ടോ, ഇത് ടാറ്റയുടെ ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ്. ടാറ്റ എന്ന് പറയുന്നത് പല ബ്രാൻഡും ഉണ്ട്. ടാറ്റ ക്രോമ, സ്റ്റുഡിയോ, ഇതെല്ലാം ഓഫറിലാണ് മൊത്തം. 45, 46, 32, 50%, 50%, 63%. എല്ലാം ഓൺലൈൻ പ്രൈസിനേക്കാളും താഴെയാണ്. അതെ, ഓൺലൈനിൽ ഇപ്പൊ നമ്മൾ പ്രൈസ് കൂട്ടിയിട്ട് താത്തി കാണിക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ താഴെയാണ് നമ്മുടെ പ്രൈസ്. അപ്പൊ അനുസരിച്ച് ഇത് ഈ ഇരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകളാണ്. സെക്കൻഡ് ഹാൻഡ് സൈക്കിളുണ്ട്, അതും ബ്രാൻഡ് കമ്പനികളിലെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ വിൽക്കാൻ പറ്റിയിരിക്കും ഉറപ്പായിട്ടും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുണ്ടോ ഓഫറിന്റെ ഒരു പെരുന്നാളാണ് ഇവിടെ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ എല്ലാം ഒരു സ്വപ്നമായിരുന്നു, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സൈക്കിളിന്റെ ബ്രാൻഡായിരുന്നു റാലി സൈക്കിൾ. അത് കോട്ടയം ജില്ലയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, ടെൻസിറ്റിയിൽ, നമ്മുടെ അൻസർക്കാരടുത്ത്. അനുസരിക്കാം. ഈ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അത് നമ്മുടെ ടാറ്റ ഡീലർഷിപ്പിന് സർട്ടിഫിക്കറ്റാണ്. അതായത് ടാറ്റ ആർക്ക് വേണമെങ്കിൽ വിൽക്കുന്നുണ്ട്. അപ്പം പക്ഷേ ആ ലൈഫ് ടൈം വാറണ്ടി കിട്ടണമെങ്കിൽ നമ്മളിവിടെ മറ്റേ പറ്റുള്ളൂ. പാർട്സുകളുടെ വാറണ്ടി അതൊക്കെ നമുക്ക് ലൈഫ് ടൈം ഇത് സ്കാൻ ചെയ്ത് നമ്മളെ കൂടെയാണ് ഈ സാധനം കയറി പോകുന്നത്. അപ്പോൾ ആ ലൈഫ് ടൈം വാറണ്ടി കിട്ടണമെങ്കിൽ നമ്മുടെ കടയിൽ തന്നെ പർച്ചേസ് ചെയ്യണം. കോട്ടയം ജില്ലയിലെ ഉറപ്പായിട്ട് ടാറ്റ പർച്ചേസ് ചെയ്യണം നമ്മളിവിടെ തന്നെ. ഇവിടെ തന്നെ. പിന്നെ കൂടാതെ തന്നെ നമ്മൾ നിവിയയുടെ എല്ലാ ബ്രാൻഡ് ബോർഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിവിയ മാത്രമല്ല മറ്റു ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. നിവിയയുടെ എല്ലാ മോഡലുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് വളരെ വിലക്കുറവുണ്ട്. അതിവിടെ പല ആൾക്കാരും നമ്മുടെ ടൂർണമെന്റ് കളിക്കാനൊക്കെ നമ്മുടെ ബൾക്കായിട്ടും അല്ലാതെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെ. അപ്പോൾ കൂട്ടുകാരെ, ഇത് നിവിയയുടെ ബ്രാൻഡ് ഫുട്ബോളാണ്. ഈ വീഡിയോയുടെ ക്ലൈമാക്സിൽ നമ്മൾ ഈ ബോള് ടെൻസിറ്റി അൻസാർക്ക നൽകുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നമ്മുടെ ടെൻസിറ്റിയിൽ 50% ഓഫറോടുകൂടി ഇത് ഹെൽമെറ്റിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. ഇതുണ്ടോ, നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ സൈക്കിളുകളെ കാര്യങ്ങളെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കയറി കാണണം. എന്നാ രസാന്നറിയാവോ?
കൂട്ടുകാർ ഇത് കണ്ടോ, നമ്മുടെ കൊച്ചു കുട്ടികൾ, നമ്മുടെ പൊന്നോമനകൾക്ക് കൊടുക്കാൻ, ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് വെറൈറ്റി സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ടാറ്റയുടെ ബ്രാൻഡ് സൈക്കിളാണ്, കിടിലനാണ്, വാറണ്ടി ഉള്ളതാണ്. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാവേ, ഒരു മിനിറ്റ്. 50% ഓഫറിൽ കിട്ടുന്നതാണ്. അത് 10 സിറ്റി മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ വരാം. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തേലും ആഗ്രഹിച്ചിട്ടുണ്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. അന്ന് വാടകയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്. എത്ര വെറൈറ്റി സൈക്കിളുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ. പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, നിങ്ങൾക്ക് പറ്റിയ സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. ഇത് കോസ്മിക് വേണ്ടോ, ഇരിക്കാൻ പറ്റത്തില്ല. അതെ, ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധനമൊക്കെ മേടിച്ച് നമുക്ക് മറ്റേ റേഷൻ കടയിലൊക്കെ പോയിട്ടൊക്കെ വന്ന് ഈ സാധനമൊക്കെ മേടിച്ചോണ്ട് വരാതെ. ഇതുകൊണ്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ജീപ്പും നമ്മുടെ 10 സിറ്റിയിൽ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ കാണിച്ചതേ ഉള്ളൂ. എന്നിരുന്നാലും 4,990 തൊട്ട് നമ്മുടെ ഈ ഇലക്ട്രിക് ജീപ്പ് ഇവിടെ 10 സിറ്റിയിൽ കിട്ടുന്നതാണ്. 19,000, അതായത് 19,000 രൂപ വിലയുള്ള ഇലക്ട്രിക് ജീപ്പുകൾ, 4 വീൽ ജീപ്പുകൾ നമുക്ക് 6,500 രൂപയ്ക്ക് 10 സിറ്റിയിൽ ലഭ്യമാണ്. കണ്ടോ, ഓൺലി 6,500. ഭായ്, അപ്പോൾ അൻസർ ഭായ്, ഒരുപാട് സന്തോഷം. അടിപൊളി സൂപ്പർ ഷോപ്പാണ്. ഇതല്ല പ്രേക്ഷകരെ, ഇതിനേക്കാൾ വലിയൊരു ബോംബ് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ KSEB അടുത്ത 10 സിറ്റിയുടെ ഒരു ഷോപ്പുണ്ട്. അൻസർ ഭായിയുടെ തന്നെയാണ്. അവിടെ വെച്ച് നമുക്ക് പഠിക്കാം അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രേക്ഷകരെ, സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട, സൈക്കിൾ മാത്രമല്ല എല്ലാ ഐറ്റം നിങ്ങൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ 10 സിറ്റി അൻസാർക്കയായിട്ട് ബന്ധപ്പെടാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അതിൻ്റെ സകല വിശദീകരണവും അൻസാർക്ക പറഞ്ഞു തരികയായിരിക്കും. 10 സിറ്റി ഈസ് അടിപൊളി. നമ്മളിപ്പോൾ പൊൻകുന്നം ടൗണിനടുത്ത് പഴയന്ത കവലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ നമുക്കൊരു ഉണ്ണിച്ചേട്ടനെ പരിചയപ്പെടാം. വാ ഉണ്ണിച്ചേട്ടൻ, നമുക്ക് ദൂരം കഴിക്കാറായോ? ആയി വരുന്നു. മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ? മഴ നല്ല മഴ. ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് മുറുക്കാനാണ്. നമ്മുടെ ഉണ്ണിച്ചേട്ടനെ പരിചയപ്പെടാം. ഉണ്ണിച്ചേട്ടൻ പൊൻകുന്നക്കാരനാണോ? ഞാൻ വാഴൂരുള്ളതാണ്. ഇപ്പോൾ പൊൻകുന്നത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് ഒന്ന് പറയാമോ? പൊൻകുന്നം എന്ന് പറയുന്നത് നല്ല സ്ഥലമാണ്. ഈ താഴത്തോണിപ്പാറ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നാനായാദിവാസത്തില് സൗഹൃദത്തോട് താമസിക്കും, മതസൗഹാർദ്ദത, കൂട്ട്, എല്ലായിട്ടും വിളിച്ചവിളിപ്പുറത്ത് എല്ലാവരും കൂട്ടുകാരും. ഈ ഉണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്നാ അറിയോ? രാവിലെ 6:30 എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഈ കട തുറന്നിരിക്കും. അത് ഞായറാഴ്ച ദിവസം പുള്ളിക്ക് ഉറക്കമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കച്ചവട കാര്യങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കാരെല്ലാം ഇവിടെ വരും. നാട്ടുകാരെല്ലാം ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ ഇപ്പം അടിയുണ്ടോ? ഏതടി? ആടിയല്ല, ലോട്ടറിക്ക് അടിയുണ്ടാകുന്നത്. കൂട്ടുകാരെ, ഈ കഴിഞ്ഞ ദിവസം എല്ലാം 5,000, 10,000 എല്ലാം വെച്ചലക്കായിരുന്നു ഇവിടുത്തെ ലോട്ടറിയിൽ. എന്താണെന്ന് അറിയത്തില്ല. ദൈവം അനുഗ്രഹിച്ച ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് ഉണ്ണിച്ചേട്ടൻ. കഴിഞ്ഞ ദിവസം എല്ലാം 5,000, 10,000 എല്ലാം വെച്ച് ഇവിടെ അടിയായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം പ്രകാശേട്ടൻ്റെ, നമ്മുടെ ഉണ്ണിച്ചേട്ടനെ പോലെ തന്നെ പ്രകാശേട്ടൻ്റെ കടയുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കടയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ പ്രകാശേട്ടാ, നമസ്കാരമുണ്ട്. എന്നാണ് വിശേഷം? കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മടുപ്പാ? മഴ കാരണമാണോ? ആണോ? പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത് പഴയന്തയുടെ ഒരു സ്വത്താണ് ഈ പ്രകാശ് ചേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. എത്ര വർഷമായി പ്രകാശ് ചേട്ടാ ഈ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട്? 40 വർഷം. ഈ പൊൻകുന്നത്തിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകരോട്? പൊൻകുന്നം നല്ലൊരു സ്ഥലമാണ്, എല്ലാം നല്ല ആൾക്കാരുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രകാശേട്ടനെ ഇവിടെ വന്ന് കാണണം, ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന് ട്രാവലിംഗ് തോട്ട്സിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. കണ്ടു, എന്തായാലും സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലേ? സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പഴയ ചന്തയിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ചോദ്യം ചോദിക്കും. ചോദ്യമല്ല, ഒരു കണക്ക്. അപ്പം കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ സമ്മാനം, മൈസൂർ ഗോൾഡ് നൽകുന്ന സമ്മാനം ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. നമുക്ക് പോവാം. അറിയാവോ? പിന്നെ എന്നാ പേര്? എൻ്റെ ഒരു യോമാനെ. അപ്പോൾ നമ്മുടെ നിശാന്ത് ഭായി ഉണ്ട്, നമ്മുടെ ഉണ്ണിച്ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് മോഹനൻ, അർജുൻ. അപ്പം
ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിഫ്റ്റ് മൈസൂർ ഗോൾഡ് നൽകുന്ന ഗിഫ്റ്റ് നൽകുന്നതാണ്. ആരതിനകത്ത് പറയുന്നത്? അതായത് വേറൊന്നുമല്ല, 25 തൊട്ട് 1 വരെ പുറകോട്ടെണ്ണണം. 25, 24 അങ്ങനെ എണ്ണുവാണെങ്കിൽ മൈസൂർ ഗോൾഡ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ചേട്ടായി ഇത് നിർത്താൻ പറ്റത്തില്ല, ത്രൂഔട്ട് പറയണം. 25, 24, 23, 22, 21, 19. ഉണ്ണിച്ചേട്ടൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 25, 24, 23, 22, 20. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പങ്കെടുത്തു. നമ്മുടെ മോഹനചേട്ടൻ അല്ലേ? മോഹനചേട്ടൻ പങ്കെടുത്തു. ഇതൊരു പാർട്ടിസിപ്പേഷൻ മാത്രമാണ്. നിഷാദ് ഭായി, ഈ ടാസ്ക് ഒന്ന് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും നോക്കാം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മൈസൂർ ഗോൾഡ് നൽകുന്ന ഒരു കിടിലൻ ഗിഫ്റ്റ് നമ്മുടെ നിഷാദ് ഭായിക്ക് കൈമാറുകയാണ്. അടിപൊളി. മൈസൂർ ഗോൾഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്പോൺസറാണ്, നമ്മുടെ ഗിഫ്റ്റിന്റെ സ്പോൺസറാണ് മൈസൂർ ഗോൾഡ്. പഴയ സ്വർണ്ണം ഏതും ആയിക്കോട്ടെ, അതിന് കേരളത്തിൽ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്താണെങ്കിലും ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന അതേ മൂല്യത്തിൽ അതെടുത്ത് വിൽക്കുവാനോ വാങ്ങുവാനോ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കൊടുങ്ങൂര് എന്നീ 3 പ്രദേശത്തും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അടിപൊളി. മൈസൂർ ഗോൾഡ്, ഞാൻ പൊൻകുന്നം സ്വദേശിയാണ് ചോദിച്ചത്. മൈസൂർ ഗോൾഡ് പൊൻകുന്നത്ത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? നിഷാന്ത് ഭായ് സമ്മാനം അടിച്ച നിഷാന്ത് ഭായ് ചോദിച്ചു മൈസൂർ ഗോൾഡ് എവിടെയാണ് പൊൻകുന്നം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പുതിയകാവലമ്മ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിൽ കോയിപ്പള്ളി കോളനിക്ക് പോകുന്ന വഴിക്ക് 2ാം നിലയിലാണ് ഈ മൈസൂർ ഗോൾഡ്, നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന മൈസൂർ ഗോൾഡ് സ്ഥിതി ചെയ്യുന്നത്. എടാ നീ എവിടെയാടാ പഠിച്ചേ? ആധികാരികമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ഒരു പൊൻകുന്നക്കാരനല്ലേ? ഇപ്പൊ നമ്മുടെ ചേട്ടാ പേര്? എൻ്റെ പേര് ഹക്കീം. ഹക്കീമിക്ക, എന്നോട് വിശേഷം? സുഖം. നമ്മുടെ പൊൻകുന്നത്തിനെ കുറിച്ച് 1-2 വാക്കുകൾ സംസാരിക്കാം. പൊൻകുന്നത്തിനെ കുറിച്ച് പൊതുവെ ഒരു നല്ല സ്ഥലമാണ്, നല്ല ആൾക്കാരാണ്. അത്രയൊക്കെ ഉള്ളൂ. എല്ലാം നല്ല ആൾക്കാരാണ്. എല്ലാം നല്ല ആൾക്കാരാണ്. ഇടമുണ്ട്. കച്ചവട കാര്യങ്ങളൊക്കെ ഉണ്ട്. കച്ചവടമൊക്കെ വളരെ മടുപ്പാ. മഴ ബാധിച്ചിട്ടുണ്ട്. ഉണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ഹക്കീമണ്ണനെ കുറിച്ച് ഒന്ന് പറയാം. അത് പൊൻകുന്നത്തിൻ്റെ പല ഭാഗത്തിട്ട് ഇതുപോലെ വണ്ടിയിൽ മാമ്പഴം കച്ചവടം ചെയ്യുന്ന ഒരു ഇക്കായാണ്, നമ്മുടെ സ്വന്തം ഇക്കായാണ്. പൊൻകുന്നത്തിൻ്റെ മുത്താണ്. മാമ്പഴം മേടിക്കണമെങ്കിൽ ഹക്കീമണ്ണൻ്റെ കടയിൽ നിന്ന് മേടിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ട്രാവലിംഗ് തോട്ട്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വർക്കൗട്ട് ഇറങ്ങിയാണ്. അപ്പം ചക്കരെ പേരെന്നാ? ആദിത്യൻ. നമ്മുടെ കൂട്ടത്തിൽ ആദിത്യനുണ്ട്. ആദിത്യൻ്റെ പപ്പ ബിനോജ്. നിങ്ങൾ ഇവിടുത്തെ തരാം? ചെറുക്കട അമ്പലം ആവാത്തുള്ളൂ. അപ്പം നമ്മൾ ടാസ്ക് കൊടുക്കാൻ പോവാണ്. എത്രയാണ് പഠിക്കുന്നത്? 10 തൊട്ട് 1 വരെ പുറകോട്ട് പറയാൻ പറ്റുമോ കൊച്ചിന്? 10, 9, 8 അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ സ്പോട്ട് സമ്മാനമുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. പറയാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അടിപൊളി. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ആദ്യത്തെ അടിപൊളിയായിട്ട് ഇത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈസൂർ ഗോൾഡ് നൽകുന്ന സമ്മാനം ആദ്യത്തിന് കൈമാറുകയാണ്. മൈസൂർ ഗോൾഡ് നൽകുന്ന സമ്മാനം നമ്മുടെ ആദ്യത്തെ കൂട്ടിന്, ചെറുക്കടവിൽ താമസിക്കുന്ന ആദ്യത്തെ കൂട്ടിന് നൽകുന്നതാണ്. അടിപൊളി. പഠിക്കുന്ന സ്കൂൾ ഏതാ മോനെ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യൻ AKJമിലാണ് പഠിക്കുന്നത്, കാഞ്ഞിരപ്പള്ളി. എന്തായാലും ആദ്യത്തെ കൂട്ടിന് എല്ലാവിധ ആശംസകളും ഈ വീട്ടിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെടും സമ്മാനം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പൊൻകുന്നം സ്റ്റാൻഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലോട്ടറി കടയാണിത്. ഇവിടുന്ന് എടുത്ത പൊരിഞ്ഞ അടിയാണ്. ഈ അടിയല്ല, ലോട്ടറി അടി. അപ്പോൾ നമുക്ക് ചേട്ടായി പരിചയപ്പെടാം. നമസ്കാരം. പേരെന്നോ? വിജയൻ ചേട്ടൻ. ഒരു ദിവസം ഇരിക്കുമ്പം ഇതുവഴി പോകുന്ന 1000 പേരെ കാണുന്ന ഒരു വ്യക്തിയാണ്. 10,000 കണക്കിന് ആൾക്കാരെ കാണുന്ന ഒരു വ്യക്തിയാണ് വിജയൻ ചേട്ടൻ. അതുപോലെ തന്നെ ബസ്സിന്റെ സമയം പറയുന്ന ഒരു വ്യക്തിയാണ്. പൊൻകുന്നത്തിന് മുത്താണ്. മുത്താണ്, സ്വത്താണ്, മുത്താണ് നമ്മുടെ സ്വത്താണ്.
ഇവിടെ ഒരു നമ്മുടെ പ്രസാദേട്ടനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ബൈക്കിൽ കൂടെ നമ്മുടെ ബസ്സിൻ്റെ കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്ന പ്രസാദേട്ടൻ. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ പൊൻകുന്നത്തിന്റെ വാർത്തയാണ് ഈ നിൽക്കുന്ന അബ്ബാസിക്ക. എല്ലാവർക്കും അറിയാം പൊൻകുന്നത്തിന്റെ മുത്താണ്. ഇത് വാർത്തകൾ, നമ്മുടെ പത്രങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അബ്ബാസിക്ക. അപ്പോഴത്തെ വിലക്കയറ്റത്തെ കുറിച്ച് എന്ത് പറയാനുള്ളത്? വിലക്കയറ്റം ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, വെളിച്ചെണ്ണ വില കൂടി, തേങ്ങയ്ക്ക് വില കൂടി. ഇങ്ങനെ പോയാൽ എന്നെ ചെയ്യും? എന്താ ചെയ്താൽ വരുമാനം വർദ്ധിപ്പിക്കണം. വരുമാനം കൂട്ടണം. ഇത് മഴ കാരണം നമ്മൾ വലിയൊരു കാലം കൂടെ എടുത്തിട്ടുണ്ട്. കാലം കുട എടുത്തതിൽ ഒരു കാലം കൂടെ മേടിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മേടിച്ചതാണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ചോദിക്കാൻ പോകുന്നത് 50 തൊട്ട് 30 വരെ റിട്ടേൺ പറയുക. 50-40 അങ്ങനെ റിട്ടേൺ പറയുന്നവർക്ക് നമ്മളൊരു കിടിലൻ ഗിഫ്റ്റ്, മൈസൂർ ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന കിടിലൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. സ്റ്റാൻഡേർഡ് വാങ്ങാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളൊരു ടാസ്ക് കൊടുക്കാൻ പോലും നമുക്ക് ചേച്ചി കിട്ടിയിരിക്കുകയാണ്. 50 തൊട്ട് 25 വരെ നമ്മൾ റിട്ടേൺ പറയുകയാണ്. 50-49 ചേച്ചി കറക്റ്റായിട്ട് നിർത്താതെ പറയുവാണ്. 25 വരെ പറയുവാണെങ്കിൽ കിടിലൻ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പറ. 1, 2, 3 സ്റ്റാർട്ട്. 49, 48, 47, 46, 45, 44, 43, 42, 41, 40. വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്നതാണ്. നമ്മുടെ ചേട്ടായി കിട്ടിയിട്ടുണ്ട്. പൊൻകുന്നത്തിന്റെ അഭിമാന ലോട്ടറി കച്ചവടക്കാരനാണ്. പേര് പ്രസന്നൻ ചേട്ടാ. അപ്പൊ 50 തൊട്ട് 25 വരെ പുറകോട്ട് റിട്ടേൺ പറയണം. പറയുവാണെങ്കിൽ നിർത്താതെ പറയണം. ഓക്കെ, റെഡി. 1, 2, 3 സ്റ്റാർട്ട്. 49, 48, 47, 46, 45, 44, 44. പോയി. അപ്പൊ അടുത്തൊരാളെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ. ചന്ദ്രൻ ചേട്ടൻ പകലുണ്ടോ? ചന്ദ്രൻ പകലുണ്ടോ? രാത്രി ഉദിക്കും. അപ്പം ഇപ്പൊ കേട്ടല്ലോ, 50 തൊട്ട് 25 വരെ പുറകോട്ട് പറയണം. നിർത്താതെ പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് ചേട്ടാക്കി വീട്ടിൽ കൊണ്ടുപോകാം. പറ. 1, 2, 3 സ്റ്റാർട്ട്. 49, 48, 47, 46, 45, 44, 43, 42, 41, 40. പോയി. ജെസി. അപ്പം പൊൻകുന്നക്കാരിയാണോ? ആണോ? ഓക്കെ. 2, 3 സ്റ്റാർട്ട്. 50, 49, 48, 47, 46, 45, 44, 43, 42, 41, 40, 39, 38, 37. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് വേറെ നമ്മുടെ സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. ടാസ്ക് അറിയാലോ. 50 തൊട്ട് 35 വരെ. 50, 49, 48, 47, 46, 45, 44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 50, 50, 49, 48, 47, 46, 45, 44, 43, 42, 41. അപ്പൊ നമുക്ക് വേറൊരു കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. 49, 40. 50, 49, 48, 47, 46, 45, 44, 44, 43, 42, 41, 40, 50. വീണ്ടും നമുക്കൊരു കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. കൂട്ടുകാരിയുടെ പേരല്ല നാൻസി. നാൻസി വീട് കറുകച്ചാല്. അപ്പൊ കറുകച്ചാല് നാൻസി കിട്ടിയിരിക്കുകയാണ്. ടാസ്ക് അറിയാമല്ലോ. 50 തൊട്ട് 25 വരെ പുറകോട്ട് പറയാം. തുടങ്ങാം. അത് ഇംഗ്ലീഷിലോ മലയാളത്തിൽ എങ്ങനെ വേണമെങ്കിലും പറയാം. 1, 2, 3 സ്റ്റാർട്ട്. 50, 49, 48, 47, 46, 45, 44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 33, 32, 31, 30, 29, 28, 27, 26, 25. അടിപൊളി. അപ്പോൾ നമ്മുടെ കറുകച്ചാലുകാരി നാൻസി, നമ്മുടെ പെങ്ങളുകുട്ടി നല്ല കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ മൈസൂർ ഗോൾഡ് നൽകുന്ന നല്ലൊരു സമ്മാനം നാൻസിക്ക് വീട്ടിൽ കൊടുത്തു വിടുവാണ്. പിടിച്ചോളിയോ. അടിപൊളി. സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും മൈസൂർ ഗോൾഡുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടിപൊളി. നമ്മുടെ പൊൻകുന്നത്തിന്റെ അഭിമാനമായ അനന്തു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, നല്ലൊരു പാട്ടുകാരനാണ്. ട്രാവലിംഗ് തോട്ട്സ് എന്ന ഈ ചാനലിന് വേണ്ടി 2 മിമിക്രി. കോട്ടയം പ്രദീപ്. എന്നതാടാ ഇത്? മഴവില്ലോ? അയ്യടാ, നീ താരം കൊണ്ടാണോടാ പല്ല് തേക്കുന്നേ? എടാ ഊതടാ, എടാ ഇതേലോട്ട് ഊതടാ, എടാ വലിച്ചൂതടാ. അടിപൊളി. സൂപ്പർ. സിനിമയിലെ പിരിച്ചിട്ടില്ലേ? ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരാളാണ്. കുഞ്ഞൊരു കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. എന്താ പേര്? ജോസിന. ജോസിനയുടെ വീട് എവിടെ? ജോസിയ. നല്ല പേര്. ജോസിയ എവിടെ വീട്? 19 മൈൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ് LP സ്കൂളിൽ. 20 തൊട്ട് പുറകോട്ട് 1 വരെ എണ്ണാവും. 19, 18, 17, 16, 15, 14, 13, 12, സ്പീഡിൽ കട്ടാകാതെന്ന് പറയുവാണെങ്കിൽ സമ്മാനമുണ്ട്. 19, 18, ഒച്ചക്ക് അറിയോ? 19, 18, 17, 16, 15, 14, 13, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6.
അപ്പോൾ നമ്മൾ കെൻസിറ്റി സ്പോൺസർ ചെയ്ത നിവ്യയുടെ ബ്രാൻഡഡ് ഫുട്ബോൾ കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ ആരും ഇവിടെ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. നമ്മളെന്തായാലും ഒന്നുകൂടെ ഒന്ന് കറങ്ങി നോക്കാം. വാ. അപ്പോൾ നമ്മുടെ 2 കുഞ്ഞു കൂട്ടുകാർ വരുന്നുണ്ട്. അവർക്ക് ഈ ടാസ്ക് ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. വേറെ നമ്മുടെ 2 കുഞ്ഞു സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമുക്ക് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കാം. വാ. എന്തോ പേര്? വസീം. കൊച്ചിന്റെ പേര് ശ്രീഹരി. ഓക്കെ, അപ്പൊ നമ്മള് ചെറിയൊരു ടാസ്ക് വരും. വസീം അടുത്ത ടാസ്ക് പിടിച്ചിരിക്കുകയാണ്. വസീമേ ഒന്ന്. 20, 19, 18, 17, 16, 15, 14, 13, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അടിപൊളി. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ശ്രീഹരി കറക്റ്റായിട്ട് നമ്മുടെ 20 റിട്ടേൺ പറഞ്ഞിരിക്കുകയാണ്. ശ്രീഹരിക്കും വസീമിനും ഒരുമിച്ച് ഇവർ കൂട്ടുകാരോട് ഒരുമിച്ചാണ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പം നമ്മുടെ ടെൻസിറ്റി നൽകുന്ന ബ്രാൻഡഡ് നിവ്യയുടെ ഫുട്ബോളാണ് ഇവർക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏത് സ്കൂളിലാണ് കൊച്ചു പഠിക്കുന്നത്? കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ്. കാഞ്ഞിരപ്പള്ളി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണോ? നമ്മൾ ടെൻസിറ്റി സ്പോൺസർ ചെയ്ത നിവ്യയുടെ ബ്രാൻഡഡ് ഫുട്ബോൾ നമ്മുടെ കൂട്ടുകാർക്ക് നൽകുകയാണ്. പിടിച്ചോ. അടിപൊളി. അപ്പോൾ പൊരുങ്ങുന്നത്ത് പുതിയൊരു മൊബൈൽ കട തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വിലക്കുറവിൽ അവിടെ മൊബൈൽ കിട്ടുന്നതാണ് അറിഞ്ഞത്. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കാം. വാ ചോദിക്കും. അപ്പോൾ ചേട്ടാ നമസ്കാരം. എന്നോട് വിശേഷം? സുഖമായിട്ട്. ചേട്ടാ ഞാനേ ഈ പൊന്നുകുന്നത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം പറയും. ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വില കുറച്ച് മൊബൈൽ കൊടുക്കുന്നുണ്ടെന്ന് സത്യമാണോ? തീർച്ചയായിട്ടും. അതിന് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. തീർച്ചയായിട്ടും. അതിനെ കുറിച്ചൊന്ന് പറയാമോ? പറയാമല്ലോ. ഈ കടയുടെ പേരെന്തുവാ? കടയുടെ പേര് ജി മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ജി മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. സെയിൽസ്, സർവീസ്, അക്സസറീസ് എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാത്തിന്റെ സെയിൽസും സർവീസും അക്സസറീസും ഉണ്ട്. കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്പ് ഉണ്ട്, സ്മാർട്ട് ടി വി ഉണ്ട്, സ്മാർട്ട് വാച്ച് ഉണ്ട്. ഇതിന്റെ എല്ലാ സെയിൽസും സർവീസും നമുക്കുണ്ട്. സ്മാർട്ട് ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിനും നമുക്ക് EMI കൊടുക്കുന്നു. നിലവിൽ കൊടുക്കുന്നു. നമുക്കിപ്പോൾ ബ്രാൻഡുകൾ ചെയ്യുന്ന പറഞ്ഞാൽ റിയൽമി ചെയ്യുന്നുണ്ട്, റെഡ്മി ചെയ്യുന്നുണ്ട്, വിവോ ചെയ്യുന്നുണ്ട്, ഒപ്പോ ചെയ്യുന്നുണ്ട്, സാംസങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇനിയും ലാവ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാൻഡുകളും നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി IQ, നത്തിങ് ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നമുക്ക് വേറെ ഷോപ്പുകളും ഉണ്ട്. ഇനി വേറെ ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് പൈകയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, കാഞ്ഞിരപ്പള്ളി ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ മൂന്നെണ്ണം നിലവിലുണ്ട്. പൈകലുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. അടിപൊളി. അപ്പൊ ഈ പറഞ്ഞ കേട്ട സത്യമാണോ? സത്യമാണ്. ആണോ? അപ്പൊ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ അറിഞ്ഞോ? ഞാൻ കേട്ടത് സത്യമാണ്. ഇതുകൊണ്ടോ ജി മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അവര് സത്യമാണ് പറഞ്ഞത്. വില കുറച്ച് മൊബൈൽ ഇവിടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പുതിയ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 3 മാസം ആവുന്നേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയുണ്ട് പൊൻകുന്നക്കാര്? അടിപൊളിയല്ലേ? നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. ചേട്ടാ പൊൻകുന്നക്കാരാണോ? അല്ല, ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അതെ. കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വലിയ 5-6 കിലോമീറ്ററേ ഉള്ളൂ. 4.5 കിലോമീറ്റർ. പൊൻകുന്നമായിട്ട് 4.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. പേര് പോലെ തന്നെ. ഈ നാട്ടുകാർ പൊന്ന. അതെ, പൊന്ന. അടിപൊളിയായിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ പോകും. ഇവിടുത്തെ വെറൈറ്റി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? വെറൈറ്റി കാര്യങ്ങൾ EMI-യുടെ കാര്യം പറഞ്ഞു. സീറോ ബാലൻസ് കിട്ടും. സീറോ ബാലൻസിൽ നമുക്ക് ഇവിടുന്ന് ഇത് EMI കിട്ടുന്നതാണ്. ബാക്കി ഇനി നമുക്ക് സർവീസിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയെന്ന് വെച്ചു 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റി കൊടുക്കും. 101% ഗ്യാരണ്ടിയിൽ ഇവിടെ മാറ്റി കൊടുക്കുന്നതാണ്. അതിന് ഏറ്റവും കുറഞ്ഞ 1 മന്ത് വാറന്റി തൊട്ട് നമുക്ക് ഡിസ്പ്ലേ മാറ്റുന്നതിനുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാം. നമ്മുടെ ഫ്രണ്ടിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ചേട്ടന്റെ പേര്? എന്റെ പേര് ജിതിൻ ചേട്ടൻ. അടിപൊളി. അപ്പൊ എന്തായാലും ഈ കട ഞങ്ങൾ പ്രേക്ഷകരെ ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചോട്ടെ. കണ്ടോ? അടിപൊളി, സൂപ്പർ. എല്ലാവിധ നമുക്ക് മറ്റേ സ്മാർട്ട് TV എല്ലാ കാര്യങ്ങളും ഇത് 43 ഇഞ്ചിന്റെ സ്മാർട്ട് TV ആണ്. നമുക്ക് 13,990 ഇപ്പൊ ഓഫർ റേറ്റിലുള്ളതാണ്. മൈക്കുണ്ട്, സ്പീക്കർ ഉണ്ട്, അതുപോലെ പവർ ബാങ്ക്, വയർലെസ് പവർ ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ വലിയ സ്പീക്കറുകളുണ്ട്, ബാർ സ്പീക്കറുകളുണ്ട്. അതുപോലെ തന്നെ ഈസറിന്റെ ഇപ്പൊ നിലവിലുള്ള ഒരു ഓഫറാണ്. ഈസറിന്റെ ഗൂഗിൾ TV ആണ്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10,990 വിത്ത് ഈ ബോട്ടിന്റെ സ്പീക്കർ ഫ്രീ ആണ്. ഇത് ഫ്രീ ആണ്. ബോട്ടിന്റെ 500 രൂപ വില വരുന്ന സ്പീക്കറാണ്. കിടിലൻ കമ്പനിയാണ്. അത് ഈസറിന്റെ ലാപ്ടോപ്പിന്റെ ഈസറിന്റെ കമ്പനിയുടെ ഗൂഗിൾ TVക്കാണ് നമ്മൾ 10,990 ഈ
കൂട്ടുകാരെ ഇത് കേട്ടോ, ലാപ്പിന്റെ കമ്പനിയുടെ ഗൂഗിൾ TV മേടിക്കുമ്പോൾ ഒരു 10,000 ബോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോട്ടിന്റെ കമ്പനിയുടെ 3,500 രൂപ വില വരുന്ന ഇത് ബാർ സ്പീക്കർ ഫ്രീ ആയിട്ട് ഇവിടെ ഓഫറുണ്ട്. പിന്നെ കൂട്ടുകാർ ഇത് കണ്ടോ, ഇതിനെ കുറിച്ച് നമ്മുടെ ചേട്ടൻ പറയുന്നതായിരിക്കും. ഇതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാം. 32 ഇഞ്ചിന്റെ മിസ്റ്റർ ലൈറ്റിന്റെ സ്മാർട്ട് TV ആണ്. ഇതിപ്പോ നമ്മൾ സ്പെഷ്യൽ ഓഫർ, നിങ്ങൾ വന്നുകൊണ്ട് സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയാണ്. 7,990 രൂപയ്ക്ക് 32 ഇഞ്ചിന്റെ സ്മാർട്ട് TV. 7,990 രൂപയ്ക്ക് 32 ഇഞ്ചിന്റെ സ്മാർട്ട് TV ഇവിടെ കിട്ടുന്നതാണ്. വേറെ ഒരിടത്തും ഈ 32 ഇഞ്ചിന്റെ സ്മാർട്ട് TV ഈ റേറ്റില് വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഉറപ്പല്ലേ? ഇത് ഞങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന നമ്മളിപ്പോ നിലവിൽ സെബ്രോണിക്സ്, ലാവ പ്ലേ, ഇത് നമ്മൾ കമ്പനി റൂട്ടിൽ സപ്ലൈ ഉണ്ട്. നമുക്ക് ഈ സെബ്രോണിക്സ് ഇപ്പൊ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഒരു സംഭവമാണ്. അതിനകത്ത് എന്നാ വിലയാവും? TV ആണോ? സെബ്രോണിക്സിന്റെ മറ്റേ ഈ സ്പീക്കർ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 599 രൂപ സ്പീക്കർ ഉണ്ട്. 599 രൂപ വരുന്നുള്ളൂ. സെബ്രോണിക്സിന്റെ 6 മാസം വാറന്റി ഉള്ള സ്പീക്കറിന് 599 രൂപ വരും. ഇതിന് ഹോം തിയേറ്റർ വരത്തില്ല? ഹോം തിയേറ്റർ വരുന്നത് ഹോം തിയേറ്റർ നമുക്ക് ഒരു 1,500-2,000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്ര തുടങ്ങുന്നുണ്ട്. എല്ലാത്തിനും 6 മാസം, സ്പീക്കറിനെല്ലാം 6 മാസം 1 ഇയർ വാറന്റിയിൽ അപ്പൊ ഇത് കണ്ടോ, ചെറുതും വലുതുമായിട്ട് സ്പീക്കറുകളുടെ ഒരു നിരയാണ് വരിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ കേട്ടറിഞ്ഞത് സത്യമാണ്. ഇത് കണ്ടോ, ജി മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഇവർ പറഞ്ഞത് സത്യമാണ്. ഇത് സത്യമാണെന്ന് അറിയാൻ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കയറുക. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഇതുവഴി പോകുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലെന്ന് അറിയാൻ നിങ്ങൾ ധൈര്യമായിട്ട് വരിക. അതെ, ഇങ്ങനെ ഇവിടെ ഉണ്ട്, ഇതിന്റെ മുതലാളി ജിതിഞ്ചേട്ടനുണ്ട്. കറക്റ്റ് ചോദിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഷോറൂം വിസിറ്റ് ചെയ്യുക, റേറ്റ് ചോദിക്കുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. സത്യസന്ധമായ വാക്കുകൾ. അല്ല ജിതിൻ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈലാണോ? ഇത് സെക്കൻഡ് ഹാൻഡ് മൊബൈലാണ്. പുതിയത് മാത്രമല്ല സെക്കൻഡ് ഹാൻഡും ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വിത്ത് വാറന്റിയോടുകൂടി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പം എല്ലാ ആൾക്കാർക്കും കൂടിയ മൊബൈൽ, പൈസയിലുള്ള മൊബൈൽ എടുക്കാനുള്ള ഇതുള്ളൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ ചില ആൾക്കാർ പെട്ടെന്ന് എടുത്തിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇത് വിവോയുടെ ഒരു സെറ്റാണ്. ഇത് ഡെമോ പീസാണ്. നമുക്ക് ഷോറൂമുകളിൽ ഡെമോ ഇരിക്കുന്ന സെറ്റാണ്. ഇതിന് നമുക്ക് 26,000 രൂപ ഓൺലൈൻ വിലയുള്ള സാധനമാണ്. ഇത് നമ്മൾ 16,999 രൂപയ്ക്ക് കൊടുക്കും. ഇത് ഉപയോഗിച്ചിട്ടില്ല. ഡെമോ സെറ്റാണ്. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇതല്ലേ, ഇത് 8 GB റാം വരുന്ന ഫോണാണ്. ഇത് വിവോയുടെ തന്നെ. ഇത് 6,999 രൂപ വില വരുന്നു. ഫുൾ ചാർജർ എല്ലാ സെറ്റും നമ്മുടെ ഇവിടെ തന്നെ ബൈബാക്കിന് വരുന്ന. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ആ ഫോൺ ഏറ്റവും നല്ല വിലയ്ക്ക് പൊങ്ങോത്തെടുക്കാവുന്ന ഏറ്റവും നല്ല വിലയ്ക്ക് നമ്മൾ എടുക്കും. നമ്മളോടൊന്ന് ആദ്യമേ ഒന്ന് വിളിച്ചു ചോദിച്ചു, നമ്പർ ഒന്നും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കേട്ടല്ലോ. അപ്പം നമ്മുടെ ജി മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജിതിൻ ചേട്ടായി വിളിക്കാവുന്നതാണ് കേട്ടോ. ചോദിക്കുക പാട്ട് പാടി വെച്ചപ്പോ കൈകട്ടിക്കുമോ? രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ. അപ്പൊ പ്രിയ കൂട്ടുകാരെ, ഒരു ചെറിയ പരിപാടി നടത്തുന്നത് ലെവലുമുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മെഗാഷോ തന്നെ, ഒരു കുഞ്ഞു മെഗാഷോ തന്നെ നടത്താം. വലിയ വിലയൊന്നുമില്ല. എത്രയാണ്? 3,990 രൂപ മാത്രമേ ഉള്ളൂ. ഇതുവഴി പോകുമ്പോ കേറുക, അന്വേഷിക്കുക, മേടിച്ചോട്ട് പോവുക കേട്ടോ. പൊൻകുന്നത്തിന്റെ കാഴ്ചയിലൂടെ ഇങ്ങനെ പോയപ്പോ പൊൻകുന്നത്തിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള, അതായത് നമ്മുടെ ഒരു പൊൻകുന്നത്തിന് സ്വത്തായ, പൊൻകുന്നത്ത് ജനിച്ചു വളർന്ന 80 കാലഘട്ടങ്ങളിൽ 8ഓളം ബസ്സുള്ള, ഇപ്പോഴും 2 ബസ്സുണ്ട്. ലക്ഷ്മി എന്നാണ് ബസ്സിന്റെ പേര്. അപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വിശ്വൻ ചേട്ടനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. വിശ്വൻ ചേട്ടന് പൊൻകുന്നത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ പൊൻകുന്നത്തിന്റെ മർമ്മങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ വിശ്വൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ പൊൻകുന്നത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരുപോലെ സമസ്തമായിട്ട് ജീവിക്കുന്ന ഒരു ഏരിയയാണ്. രാഷ്ട്രീയ വഴക്കില്ല, എല്ലാവരും മതസൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു ഏരിയയാണ് വിശ്വൻ ചേട്ടാ. അതുപോലെ ഇപ്പോൾ ഒരു ബസ് മുതലാളി ആയതുകൊണ്ട് ചോദിക്കുവാണ്, ഈ ബസ്സുകാരെ നേരിടുന്ന എന്തെങ്കിലും പ്രശ്നം പുതിയതായിട്ട് വന്നിട്ടുണ്ടോ? ബസ്സുകാർക്ക് എന്നും പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തുവാ മെയിൻ? എല്ലാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബസ് നിയമം എന്ന് പറയുന്ന തുഗ്ലക്ക് ഭരണ രീതിയിലുള്ളതാണ്. തുഗ്ലക്ക് ഭരണ രീതി, അതായത് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാലും ബസ് മൊത്തം പൊട്ടിപ്പൊളിക്കണം, ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ. കണ്ടക്ടർ തന്നെ ബസ്സിലെ ഡ്രൈവറെ ഓടിച്ചിട്ടടിക്കുക, ബസ്സിന് മാറ്റം വരുത്തുക. കുടുംബത്തിന് മുത്താണ് സ്വത്താണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ട്രാവലിംഗ് തോട്ട്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. തീരുമില്ല,
ഇനി പാർട്ട് 3 ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നോണം വരെ സുലാൻ.